ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ആമസോണിൽ കൂട്ടപ്പിരിച്ചുവിടൽ 30,000 പേർക്ക് ജോലി നഷ്ടമാകും. 2022-ൽ 27,000 തസ്തികകൾ വെട്ടിക്കുറച്ചതിന് ശേഷം ആമസോൺ നടത്തുന്ന ഏറ്റവും വലിയ പിരിച്ചുവിടലാണിത്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ആമസോൺ കമ്പനി ഏകദേശം 30,000 കോർപ്പറേറ്റ് ജീവനക്കാരെ പിരിച്ചുവിടാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. പിരിച്ചുവിടൽ ചൊവ്വാഴ്ച ആരംഭിക്കുമെന്നാണ് സൂചന. ആമസോണിന്റെ 1.55 ദശലക്ഷം ജീവനക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ പിരിച്ചുവിടുന്നത് ചെറിയ ശതമാനത്തെ മാത്രമാണ്. എന്നാൽ ഏകദേശം 3,50,000 വരുന്ന കോർപ്പറേറ്റ് ജീവനക്കാരുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 10% വരും. 2022 അവസാനത്തോടെ ഏകദേശം 27,000 തസ്തികകൾ വെട്ടിക്കുറച്ചതിന് ശേഷം ആമസോൺ നടത്തുന്ന ഏറ്റവും വലിയ പിരിച്ചുവിടലാണിത്. സമൂഹ മാധ്യമങ്ങളിൽ ആമസോണിനെ കൂട്ടപ്പിരിച്ചുവിടൽ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഉപകരണങ്ങൾ, കമ്മ്യൂണിക്കേഷൻസ്, പോഡ്കാസ്റ്റിംഗ് എന്നിവ ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ ആമസോൺ ചെറിയ തോതിൽ ജീവനക്കാരെ ഒഴിവാക്കി വരുന്നുണ്ട്. ഈ ആഴ്ച ആരംഭിക്കുന്ന പിരിച്ചുവിടലുകൾ HR, ഓപ്പറേഷൻസ്, ഉപകരണങ്ങൾ, സേവനങ്ങൾ, ആമസോൺ വെബ് സർവീസസ് തുടങ്ങിയ വിവിധ ഡിവിഷനുകളെ ബാധിച്ചേക്കുമെന്നാണ് സൂചന. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗവും നിലവിലുള്ള തൊഴിലാളികളുടെ തൊഴിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വൻ പ്രഖ്യാപനവുമായി ഓപ്പൺ AI. ChatGPT Go ഇന്ത്യയിൽ 1 വർഷത്തേക്ക് സൗജന്യമാക്കുന്നു. പ്രതിമാസം 399 രൂപ എന്ന നിരക്കിൽ ഓഗസ്റ്റിലാണ് ഇന്ത്യയിൽ ChatGPT Go അവതരിപ്പിച്ചത്. നവംബർ 4 മുതൽ ഇന്ത്യയിലെ എല്ലാ ഉപയോക്താക്കൾക്കും ChatGPT Go സൗജന്യമായി നൽകുമെന്ന് ഓപ്പൺ AI അറിയിച്ചിരിക്കുന്നു. ഇന്ത്യൻ വിപണിയിൽ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണിത്. ഓപ്പൺ AIയുടെ AI ചാറ്റ്ബോട്ടായ ChatGPTയുടെ മിഡ് ടിയർ സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ് ChatGPT Go. കമ്പനിയുടെ രണ്ടാമത്തെ ഏറ്റവും വലുതും ഏറ്റവും വേഗത്തിൽ വളരുന്നതുമായ ആഗോള വിപണിയാണ് ഇന്ത്യ. എതിരാളികളായ ഗൂഗിളിന്റെയും പെർപ്ലക്സിറ്റിയുടെയും തന്ത്രങ്ങളെ മറികടക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ChatGPT Goയിലേക്കുള്ള 1 വർഷത്തെ സൗജന്യ പ്രവേശനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിശാലമായ ഇന്ത്യൻ ഉപഭോക്തൃ സമൂഹത്തെ ആകർഷിക്കുന്നതിനായി 2 കമ്പനികളും അടുത്തിടെ പ്രീമിയം AI ഫീച്ചറുകൾക്കുള്ള ഫീസ് ഒഴിവാക്കിയിരുന്നു. 19,500 രൂപ വിലയുള്ള AI Pro മെമ്പർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തേക്ക് സൗജന്യമാക്കിയ ഗൂഗിളിന്റെ നീക്കത്തിന് പിന്നാലെയാണ് ഓപ്പൺ AIയുടെ ഈ തീരുമാനം. അതുപോലെ പെർപ്ലക്സിറ്റി ടെലികോം ഭീമനായ എയർടെലുമായി സഹകരിച്ച് പ്രീമിയം പ്ലാനിലേക്ക് സൗജന്യ ആക്സസ് നൽകിയിരുന്നു. ഇത് രാജ്യത്തെ AI വിപണി വിഹിതത്തിനായുള്ള മത്സരം ശക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഓപ്പൺ AIയുടെയും സമാന നീക്കം. ഇന്ത്യയിൽ ChatGPT Go അവതരിപ്പിച്ചതിനു ശേഷം ഉപയോക്താക്കളിൽ നിന്ന് ലഭിച്ച സ്വീകാര്യതയാണ് തീരുമാനത്തിന് പിന്നിലെന്ന് വൈസ് പ്രസിഡന്റും ChatGPT മേധാവിയുമായ നിക് ടർലി പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വമ്പൻ കുതിപ്പിനൊരുങ്ങി ഇലക്ട്രോണിക്സ് രംഗം. വിദേശ സഹായമില്ലാതെ രാജ്യത്ത് ക്യാമറ മൊഡ്യൂൾ നിർമ്മാണത്തിന് വഴി തെളിയുന്നു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന പ്രോജക്റ്റുകൾക്ക് അംഗീകാരം നൽകി സർക്കാർ. 5,532 കോടി രൂപയുടെ പുതിയ പ്രോജക്റ്റുകൾക്കാണ് അനുമതി. ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ നിർമ്മാണത്തിനായുള്ള 249 പ്രപ്പോസലുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 7 പ്രോജക്റ്റുകൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. മൾട്ടി ലെയർ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ, ക്യാമറ മൊഡ്യൂളുകൾ, കോപ്പർ ലാമിനേറ്റുകൾ, പോളി പ്രൊഫൈലിൻ ഫിലിമുകൾ എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിനുള്ള പദ്ധതികൾക്കാണ് അനുമതി ലഭിക്കുന്നത്. പുതിയ പ്ലാന്റുകൾ രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഇറക്കുമതി കുറയ്ക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സ് രംഗത്തെ വൻകിട കമ്പനിയായ കെയ്ൻസ് ടെക്നോളജിക്കാണ് 4 പ്രോജക്റ്റുകൾക്ക് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. കെയ്ൻസിന്റെ പദ്ധതികളിൽ മൾട്ടി ലെയർ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഉൾപ്പെടെ വിവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടുന്നു. അസെന്റ് സർക്യൂട്ട്സിന്റെ 991 കോടി രൂപയുടെ പദ്ധതി, ശർമ്മ സ്ട്രാറ്റജിക് ഇലക്ട്രോണിക്സിന്റെ മൾട്ടി ലെയർ PCB നിർമ്മാണ പദ്ധതി എന്നിവയാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്ന മറ്റ് പ്രോജക്റ്റുകൾ. SRFന്റെ പോളി പ്രൊഫൈലിൻ ഫിലിം നിർമ്മാണ പദ്ധതിയാണ് മറ്റൊരു ശ്രദ്ധേയമായ പ്രോജക്റ്റ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.